നമസ്കാരം, ഫോർട്ടുഗേ ന്യൂസിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭയിലെ കോൺഗ്രസ് എംപിമാരിൽ കഴിഞ്ഞ സഭയിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കളുടെ പ്രാതിനിധ്യം ഏറെ കൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള 26കാരനായ വിദ്യാർത്ഥി നേതാവ് ഉൾപ്പെടെ സമ്പന്നമായ യുവ നേതൃനിരയാണ് പാർലമെന്റിൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. കേരളത്തിൽ നിന്ന് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ളവർ രണ്ടാം തവണയും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഹൈബി 2.5 ലക്ഷം വോട്ടെന്ന എറണാകുളത്തെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ വിജയിച്ചത്. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. യുവ നേതാക്കളിൽ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന രമ്യ ഹരിദാസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എറണാകുളവും ഇടുക്കിയും കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടകളും CPM-നെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയുമാണ്. അവിടെയാണ് ചെങ്കൊടി പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമായ കൂത്തുപറമ്പും തലശ്ശേരിയും രക്തസാക്ഷികളുടെ മണ്ണായ ഒഞ്ചിയവും ഏറാമലയും ഉൾപ്പെടുന്ന കടത്തനാട്ടിൽ കോൺഗ്രസിനെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി 1.25 ലക്ഷത്തോളം വോട്ടുകൾക്ക് കേരളത്തിലെ ഏറ്റവും ജനകീയ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന ജനങ്ങൾ സ്നേഹത്തോടെയും മാർക്സിസ്റ്റുകാർ PR പ്രചരണത്തിന് വേണ്ടിയും പടച്ചുണ്ടാക്കിയ ടീച്ചറമ്മ എന്ന് ഉദ്ഘോഷിക്കപ്പെട്ട സാക്ഷാൽ KK ശൈലജയെ 8 നിലയിൽ കെട്ടുകെട്ടിച്ചാണ് ഷാഫി പറമ്പിൽ കേരളത്തിന്റെ യൂത്ത് ഐക്കണായി പാർലമെന്റിലേക്ക് എത്തുന്നത്. അത്രമേൽ ആധികാരിക വിജയം നേടിയാണ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ഡൽഹിക്ക് വണ്ടി കയറുന്നത്. മുൻ KPCC പ്രസിഡന്റുമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും വടകരയിൽ നേടിയ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. അത് മറികടക്കാൻ ഇനി ഒരാൾക്കും സാധിക്കില്ല എന്ന് കോൺഗ്രസുകാരടക്കം ചിന്തിച്ചതാണ്. ആ വടകരയിലാണ് 1.25 ലക്ഷം ഭൂരിപക്ഷം നേടി ഷാഫിയെ വിജയിപ്പിച്ചത്. കടത്തനാടൻ ജനത സ്ത്രീ പുരുഷ ഭേദമന്യേ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് ഷാഫിയെ പ്രചരണ സമയത്ത് വടകരയുടെ മുക്കിലും മൂലയിലും കൊണ്ടു നടന്നത്. വരുന്ന 5 വർഷം ലോക്സഭയിൽ എന്തുകൊണ്ടും ഷാഫി പറമ്പിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റിന് തിളങ്ങാൻ കഴിയുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും ഭാഷാ വൈദഗ്ധ്യവും പാർലമെന്റിൽ തിളങ്ങാൻ ഷാഫിയെ തുണക്കും. പാർലമെന്റിലെത്തി ഒരാഴ്ച പിന്നിട്ടിട്ടേയുള്ളൂ ഷാഫി. ഡൽഹിയിൽ ഷാഫി ചുവടുറപ്പിച്ചു വരുന്നതേയുള്ളൂ. പക്ഷേ ഇന്ദ്രപ്രസ്ഥത്തിലും ഷാഫിയുടെ രംഗപ്രവേശനം കോളിളക്കം സൃഷ്ടിക്കുന്ന ഈ അവസരത്തിൽ ഇതാ മറ്റൊരു റിപ്പോർട്ട് ഡൽഹിയിൽ നിന്നും പുറത്തു വരികയാണ്. വലിയൊരു ചുമതല രാഹുൽ ഗാന്ധി ഷാഫി പറമ്പിലിന് നൽകിയേക്കുമെന്നതാണ് ആ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം നീറ്റ് പരീക്ഷയ്ക്കെതിരെ ഷാഫി ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം വളരെ വലിയ വാർത്തയായിരുന്നു. അമിത്ഷായുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു ഷാഫി പറമ്പിൽ വളരെ ശക്തമായ ഭാഷയിൽ രൂക്ഷമായ പ്രതികരണം നടത്തിയത്. ദേശീയ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡൽഹിയിൽ നിന്നും ഇപ്പോൾ പുതിയ റിപ്പോർട്ട് കടന്നു വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഒരുപക്ഷെ ഷാഫിയെ തേടിയെത്തിയേക്കാം എന്നതാണ് റിപ്പോർട്ടുകൾ. പാർലമെന്റ് MP ആയതിനാൽ തന്നെ ഇനി മുതൽ ഷാഫി പറമ്പിലിന്റെ പ്രവർത്തന മണ്ഡലം രാജ്യ തലസ്ഥാനമായിരിക്കും. ഡൽഹിയാണ് ഇനി ഷാഫിയുടെ തട്ടകം. അതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനായി പ്രവർത്തിക്കാൻ ഷാഫിക്ക് തടസ്സമില്ല. കാര്യങ്ങൾ എളുപ്പവുമാണ്. നിലവിലെ ദേശീയ പ്രസിഡന്റ് ശ്രീനിവാസ് BV സ്ഥാനം ഒഴിയുന്ന വേളയിലാവും പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ പരിഗണിക്കപ്പെടുക. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ഷാഫി സജീവ സാന്നിധ്യമായിരുന്നു. സമരത്തിൽ ഷാഫിയുടെ പ്രസംഗവും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ ഷാഫി പറമ്പിലിന് പാർട്ടി നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട്. യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫിയെ പരിഗണിക്കുന്നതിനാലാണ് ഇതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി തിളങ്ങിയ ചരിത്രവും യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഡൽഹി ബന്ധങ്ങളും ഷാഫിക്ക് തുണയാവും. പട്ടാമ്പിയിൽ കോളേജ് യൂണിയൻ സെക്രട്ടറി സ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഷാഫി KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ KSU സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഷാഫി തന്റെ 28ാം വയസ്സിലാണ് പാലക്കാടിൽ നിന്നും ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. CPIM തുടർച്ചയായി ലഭിക്കുന്ന പാലക്കാട് ഷാഫിയിലൂടെയാണ്
കോൺഗ്രസ് കയ്യിലൊതുക്കുന്നത്. അതോടെയാണ് സർവ്വമേഖലയിലും ഷാഫി പറമ്പിൽ സ്വീകാര്യനാവുന്നത്. 7000-ലധികം വോട്ടിന് പാലക്കാടൻ കോട്ട പൊളിച്ച ഷാഫി രണ്ടാം തവണ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം 17,000-ലധികമായി വർദ്ധിപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ MLA ഓഫീസ് തുറന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയപ്പോഴും ഷാഫിയുടെ പകരം വെക്കാനില്ലാത്ത ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് പടവെട്ടി തന്റെ തട്ടകം കാക്കാൻ സാധിച്ചത്. എവിടെയും ആളെ കൂട്ടാൻ കഴിയുന്നതും ഷാഫിക്ക് ഗുണമാകും. പാലക്കാട് നിന്നാൽ അവിടെ ജനസാഗരം, വടകര പോയാൽ ജനങ്ങൾ തലയിലെടുത്തു നടക്കും, ഡൽഹിയിൽ പോയാൽ അവിടെ NSUക്കാർ വന്ന് പൊതിയും. അങ്ങനെയാണ് ദേശീയ നേതൃത്വവും ഷാഫിയിലേക്ക് കണ്ണുവായിച്ചത്. ഇത്തരമൊരു നീക്കത്തോടെ പൂർണ്ണമായും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഷാഫി പറിച്ചു മാറ്റപ്പെടുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കണ്ടോന്താറിൽ ജനിച്ച സാക്ഷാൽ കൊഴുമ്പൽ ചട്ടടി വേണുഗോപാൽ എന്ന KC വേണുഗോപാലിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ സുപ്രധാന റോളുകൾ കൈകാര്യം ചെയ്യുന്ന തലത്തിലേക്ക് ഷാഫിയും മാറും എന്നത് ചുരുക്കം. ദേശീയ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറാണ് KC വേണുഗോപാൽ. ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ. ഇന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം KCക്കുണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഇപ്പോൾ പാർട്ടിയിലെ അവസാന വാക്ക് KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന്റെ പിൻഗാമിയായി തന്നെയാണ്, അതേ വഴിയിലൂടെയാണ് ഷാഫി പറമ്പിലിന്റെ സഞ്ചാരവും. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ശരിയായാൽ ഗുലാം നബി ആസാദിന്റെയും അഹമ്മദ് പട്ടേലിന്റെയും വിയോഗം രാജ്യത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടാക്കിയ വിടവ്, ആ വിടവ് നികത്താൻ കരിമ്പനയുടെ നാട്ടിൽ നിന്നുള്ള കരുത്തനായ ഷാഫി പറമ്പിലൂടെ കോൺഗ്രസ് നികത്തും. അതിന്റെ പ്രഥമ സൂചനയാണ് കഴിഞ്ഞ ദിവസത്തെ യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മാർച്ചിൽ ഷാഫിയുടെ സാന്നിധ്യവും പ്രസംഗവും. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. Outside Indian Youth Congress and inside former Youth Congress people, we are not going to leave this government for free. We will definitely voice the ends of this country. I salute all the brave hearts. We have come across from Kerala to Kashmir, Tamil Nadu to Kashmir to fight against this government. Jai Hind, Jai Youth Congress.